ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം അതിനേക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ഒറ്റക്കാട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ നേരെ കശ്കയിലേക്ക് വിട്ടു. അങ്ങനെ കശ്കയിൽ കയറിയപ്പോൾ എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് എടുക്കാൻ നമ്മളെ കൊണ്ട് താങ്ങത്തില്ല, അതുകൊണ്ട് അത് എടുക്കാണ്ട് പോന്നു. പിന്നെ ദാ ഈ ടോപ്പ്, ഇതാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ കളറ് കുറേ ഉണ്ട് കേട്ടോ. കളറ് ബ്ലൂ ഉണ്ട്, പിന്നെ യെല്ലോ, വൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറായിരുന്നു. അപ്പം അതന്നെ അങ്ങോട്ട് മേടിച്ചു. പിന്നെ നമുക്ക് ആ ബോക്സ് മേടിക്കണമല്ലോ, അതിന് പോയി. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുതലക്കുളത്തേക്ക് വിട്ടു. ഒരു കാര്യം മറന്നു. എന്താന്നല്ല അലക്കുന്നത്, ഞാൻ അമ്മയ്ക്ക് ബൊക്കാക്കിയുള്ളത് വാങ്ങിച്ചില്ല, മറന്നു പോയി. ഈ ഗൈസ് നേരെ മാങ്കാവിലേക്ക് പോകും, അവിടെ നമുക്ക് നോക്കാം. അങ്ങനെ മുതലക്കുളത്ത് നിന്ന് നേരെ പെരുമണ്ണ ബസ്സും കയറി നേരെ മാങ്കാവിൽ ഇറങ്ങി. നേരെ ഫോട്ടോ എടുക്കാം, പ്രിൻ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കാൻ പോകണം. പക്ഷെ ഞാനിപ്പോൾ അവിടെ നിന്നാണ് പോയിരുന്നത്, SMC മറന്നുപോയി. അപ്പം ഇനി ഇവിടെ അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ ഞാൻ പ്രിന്റ് എടുക്കാൻ വേണ്ടി വരി നിൽക്കുക. ഫുൾ ആൾക്കാർ മേടിച്ചു ബൊക്ക, ഒരു രക്ഷയില്ല. ഇപ്പം എന്താക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ട് കളിപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ മാങ്കായിൽ ഇങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നമ്മളെ മേജർ ബസ് കയറി നേരെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി. ഞാനിപ്പം ഉണ്ടാക്കിയതാണ്. കണ്ടു മമ്മീനെ കണ്ടു. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ സാധനം മേടിച്ച് ഗായ്സ്, ഞാൻ ബൊക്കൊക്കെയുള്ള സാധനം മേടിച്ചില്ല ഗായ്സ്. ഞാൻ അതിൻ്റെ മുന്നിൽ കൂടി വന്നിട്ട് ആ സാധനം ഞാൻ മറന്നു. വേർത്ത് കുളിച്ച് കണ്ട ഗായ്സ്, വേർത്ത് കുളിച്ച് ക്ഷീണിച്ചു. ഇനി എന്തുവാ, നമുക്കിത് ബൊക്ക ഞാൻ പേപ്പറിനോണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പേപ്പറിനോണ്ട് ഞാൻ സെറ്റ് ചെയ്യണം. ഡ്രസ്സ് മേടിച്ചത് ഞാൻ അതിൽ വെച്ചിതാക്കണം. പിന്നെ ഇതാ ഈ റിബൺ, പിറന്നാളിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട വിചാരിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം സെറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഡ്രസ്സ് കെട്ടിത്തരും. ഡ്രസ്സ് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാനും ചെയ്യും. അയ്യോ, ഇതിപ്പം നിവർത്തണ്ട. അപ്പം ഇങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം നമുക്ക് അതിലേക്ക് വെക്കാളല്ലേ. എനിക്ക് വീക്കായിട്ട് അമ്മയ്ക്ക് കൊടുക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു, കാരണം വീക്കായിട്ടിട്ടാൽ നല്ല രസമുണ്ട്. അപ്പം വീക്കായിട്ട് കുറേ ഞാൻ അമ്മനോട് ഇങ്ങനെ പറഞ്ഞു, ഇതിങ്ങനത്തെ ഒന്ന് വീക്കായിട്ടുള്ള വാങ്ങിക്കുകയാണ്. അപ്പം അന്നേരം അമ്മ പറഞ്ഞു വേണ്ട, ഇങ്ങനത്തെ വേണ്ടെന്ന്. പക്ഷെ എനിക്ക് അതിട്ട് അമ്മട്ട് വെക്കണത് ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ മേടിച്ചത്. ഇതൊന്നും പാടി നമുക്ക് തയ്ക്കാനും ഉണ്ട്. സോറി ഗൈസ്. സത്യം പറയാൻ എനിക്ക് മടക്കാൻ അധികം അറിയത്തില്ല. ഈ ചുരിദാറൊക്കെ പിന്നെ ഭംഗിയിൽ മടക്കി വെക്കാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് നോക്കാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഫ്രെയിം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ ബൊക്ക ഉണ്ടാക്കാൻ ഞാൻ പേപ്പറിനോണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചേ. പക്ഷെ എനിക്ക് അതിന് ഫ്ലവർ കിട്ടിയില്ല. ഞാൻ ഫ്ലവർ എന്ത് ചെയ്യുന്നു വിചാരിക്കുക. ഈ ഫോട്ടോയില് ഇങ്ങനെ ഫ്രെയിം അങ്ങനെ ഇതാക്കാന്ന് വിചാരിച്ച്, ബൊക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഈ ഫ്രെയിമിൽ ഞാൻ ബൊക്ക ഉണ്ടാക്കാൻ വിചാരിച്ചു.
ഈ പേപ്പർ ആട്ടെ ഗൈസ്. ഈ പേപ്പറോട് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളു. ജസ്റ്റ് മിഠായിയൊക്കെ മേടിക്കണമെന്നുണ്ട്, പക്ഷെ ഇതിന് തന്നെ റേറ്റ് ആയി. അപ്പം ഞാനത് എടുത്ത് വെച്ചതുകൊണ്ട് ഇത്രയും പൈസ കൊണ്ട് മേടിച്ചില്ലേ. എങ്കിൽ ഇല്ല, ഞാൻ അടുത്തതിന് നമുക്ക് വലിയത് സെറ്റാക്കാം. നോക്കി നോക്കാം നമുക്ക് ഗ്രൗണ്ട് ഇപ്പം ബൊക്കാവോ എന്താവോ ഒന്നും എനിക്കറിയാൻ പാടില്ല. കാരണം അത് നിൽക്കുന്നില്ല, അത് കടലാസ് ആയതുകൊണ്ട്. അപ്പം നോക്കാം. കിട്ടണ്ടത് മറ്റേ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്യായിരുന്നു. കാരണം ഞാൻ ഒരു വട്ടം ചെയ്തതാ. എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. ഇത് കടലാസ് ആയതുകൊണ്ട് ഒന്ന് റെഡി ആവുന്നില്ല. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെയ്യും. ഇത്രയേ പറയാനുള്ളു. എന്താ നോക്കൂ ഗൈസ്, മൈ ബൊക്ക ഈസ് റെഡി. ഇതൊന്നും നിൽക്കുന്നില്ല, കടലാസ് ആയതുകൊണ്ട് എനിക്ക് നിൽക്കാത്തത്. അല്ല, ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമൊന്നും അത് ഞാൻ വേണേൽ പറയാം. കാരണം ഞാൻ മറ്റേതാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാമായിരുന്നു. നമുക്കിവിടെ റിബണ് കെട്ടിക്കൊടുക്കാം. മറ്റേനും ഉണ്ട്, ഈ ബോക്സിൽ വെക്കാനുള്ള റിബണും കൂടി. അതുകൂടി നമുക്ക് ചേട്ടനെ സ്നേഹം തോന്നിയിട്ട് ചേട്ടന് കുറച്ചും കൂടി എനിക്ക് എടുത്ത് തന്നു. കാരണം 1 മീറ്ററിന് 20 ഉറുപ്പ്യ അങ്ങനെ എന്തോ ആണ്. അപ്പം എക്സ്ട്രാ എനിക്ക് കുറച്ചും പാടിയും എടുത്ത് തന്നു. കണ്ടു, ഇതൊക്കെ എനിക്ക് തീരാനായി. അന്നേരം എനിക്ക് എക്സ്ട്രാ കുറച്ചും കൂടി തന്നതാണ് നല്ല ചേട്ടൻ. അതുകൊണ്ട് എനിക്ക് ഈ ബൊക്കയ്ക്ക് എടുക്കാൻ പറ്റി. നല്ലവനായ ചേട്ടനാണല്ലോ, അത് നല്ലവനായ ചേട്ടനാണല്ലോ. ഡിങ്കിരി ഡിങ്കിരി ഡിങ്കാളെ, ഡിങ്കിരി ഡിങ്കിരി ഡിങ്കാളെ, ഡിങ്കരി ഡിങ്കരി ഡിങ്കാളെ. ചെറിയ കഷ്ണം മതിയില്ലേ? എനിക്കറിയത്തില്ല. ചെറിയ കഷ്ണം മതിയാവിക്കില്ലേ? മതി. നമ്മൾ ഇത് കട്ട് ചെയ്തു. നമുക്ക് ബൊക്കയ്ക്ക് എടുക്കാം. പാട്ട് പിന്നെ വന്ന് താന്തിനക്കം എത്താന്തിനക്കം എത്താന്തിനക്കം ദില്ലും ദില്ലും തണക്കണക്കും ജങ്കടമങ്ങി മേലിക്കവിടെ പൂരം കവിടെ കണ്ടത് പൂരം ഒക്കെ അവിടെ പൂരം മാത്രം അറിയാം, വേറെ ഒന്നും അറിയത്തില്ല. പൂരം മാത്രം പറയാം, വേറെ ഒന്നും അറിയത്തില്ല. Just a ball, just a ball, just a ball, just a ball. Okay, no, sorry. Yes, നമ്മളുടെ ബൊക്ക റെഡി. നോക്കുക, ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ, ഞാൻ റിബൺ വെക്കണം എന്നുള്ള പ്ലാനില്ലേ. ഈ ബൊക്ക ഞാൻ ക്യാൻസൽ ആക്കിയ പരിപാടിയാണ്. കാരണം എനിക്ക് ആ സാധനം കിട്ടിയില്ലല്ലോ, ബൊക്ക എൻ്റെ മേടിക്കാനുള്ള സാധനം.
ഇപ്പം ക്യാൻസൽ ആക്കി. നമുക്ക് കടലാസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബൊക്കെയാക്കി. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെക്കാം. ശരാ എന്താവോ എന്തോ, ഇത് കേറുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കേറില്ലേ നമ്മൾ പെട്ടു. കേറിടാ പക്ഷേ ഡ്രസ്സ് കാണുന്നില്ല. എന്ത് ചെയ്യും മല്ലയ്യ, ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഈ ബൊക്ക ബാക്കിലും വെച്ചിട്ട് ഡ്രസ്സ് മുന്നിലും വെക്കാം. അതാകുമ്പോ രണ്ടിനും കാണും ചെയ്യും, വലിയ കുഴപ്പവും ഉണ്ടാക്കില്ല. ഡ്രസ്സ് നമുക്ക് തിരിച്ചു വെക്കാം. അയ്യോ, ഡ്രസ് പോയി. ഓരോരോ ബുദ്ധി. എന്റെ കൈ നോക്കിയപ്പോഴേ അവര് പറഞ്ഞ ഓരോ കുരുട്ട് ബുദ്ധിയാണ്. അയ്യോ, എന്തോ പറയാനാണ്. നമുക്ക് അതിൻ്റെ അടിയില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് കേറണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്യും. നമുക്ക് മെല്ലെ നക്കി വെക്കാം. മുന്നത്തത് ബോറായിക്കണല്ലേ ഗൈസ്. ഞാൻ എന്താക്കണ പേപ്പറല്ലേ, എന്നോട് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, അപ്പം ഇതിങ്ങനെ സെറ്റാക്കി. ഇനി എന്താ മതില്ലേ, ഇത്രയൊക്കെ മതി. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളും ചെയ്യും. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ഫ്രെയിം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നേരെ വെക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. അതിൻ്റെ ഇപ്പുറവശം ഡ്രസ്സ് വെച്ചു. കണ്ടോ, അത് മര്യാദയ്ക്ക് ഇവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒക്കെ സെറ്റാക്കാം. ഇങ്ങനെ വെച്ച് എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഫ്ലവർ ഈ ബൊക്ക നിങ്ങളൊന്നും വിചാരിക്കരുത്, എനിക്ക് മറ്റു സാധനം മേടിക്കാൻ മറന്നു പോയതാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കടലാസ് വെച്ച് ഞാൻ ചെയ്തതാണ്. അപ്പം ഒന്ന് എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ഇതെങ്കിലും ചെയ്തല്ലോ. ഞാൻ അത് ക്യാൻസൽ ആക്കാൻ വേണ്ടി വിചാരിച്ചോടത്ത് ഞാൻ ചെയ്തു ഗൈസ്. സെറ്റായി ഗൈസ് നമ്മളെ നീങ്ങുന്നു. ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇത് ചെരിഞ്ഞോ? കാറ്റ് കിട്ടുന്നില്ല, ഫാനുണ്ട്, ബട്ട് ഫാന് കിട്ടിയില്ല. ഡ്രസ്സിന് ഇനി ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു ചെരിഞ്ഞ് പോകുന്ന ഇതെന്ത് ചെയ്യും മല്ലയ്യ? നമ്മളെന്ത് ചെയ്യും? ഓക്കെ, അമ്മേൻ്റെ ഗിഫ്റ്റ് റെഡി ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ഈ പിറന്നാളിന് ഗിഫ്റ്റൊക്കെ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നലെയും കൂടി അമ്മയോട് ചോദിച്ചു, ഞാൻ കേക്ക് വാങ്ങണം വിചാരിച്ചപ്പം അമ്മയ്ക്ക് നോമ്പാ. നാളെയല്ല മറ്റന്നാൾ അമ്മയുടെ തറവാട്ട് അമ്പലത്തിൽ ഉത്സവം. അപ്പം അമ്മ താലെടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് നോൽമ്പുണ്ടായതുകൊണ്ട് കേക്ക് ക്യാൻസൽ ചെയ്യും. അപ്പം വിചാരിച്ചിരുന്നാൽ വേറെ എന്തെങ്കിലും മേടിക്കും. ഇപ്പം ഞാനത് കൂട്ടിയൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പം വിചാരിച്ചിരുന്നാൽ ഒരു ഡ്രസ്സ് മേടിച്ചെടുക്കാൻ. പക്ഷെ ഡ്രസ്സ് മാത്രമാകുമ്പോൾ അത് കുറഞ്ഞു പോകില്ലെന്ന് ഞാൻ വിചാരിച്ചവിടെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി സെറ്റാക്കുമ്പം അത് ആ ഒരു കുറച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇന്നലെ ഞാൻ ചോദിച്ചു, അമ്മ കേക്ക് ഒന്നും മുറിക്കുന്നില്ലേ ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞു എനിക്ക് നോമ്പാണ്, കേക്ക് ഒന്നും മുറിക്കാനുള്ള എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു.
പിന്നെ അന്നേരം ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചോട്ടോ, കാരണം നോൽമ്പൊക്കെ അല്ലെങ്കിൽ ഞാൻ മേടിക്കായിരുന്നത്. എന്തുവാ ഗൈസ്, എന്തിനു പറഞ്ഞിനി? എവിടെയും നിർത്തിനി? അങ്ങനെ നല്ല ഞാൻ ഗൂഗിളില് ഇൻസ്റ്റയില് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ബോക്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ കുറെ നോക്കി. ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നും ഇതായില്ല. പിന്നെ എൻ്റെ രീതിയിൽ ഞാൻ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ബോക്സ് മേടിച്ച് അതിലൊരു ഡ്രസ്സ് വെച്ച് ഒരു ബൊക്ക പോലെ ഒരു ഫ്രെയിം നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റ് ചെയ്തതാ ഗൈസ്, പെട്ടെന്ന് തീരുമാനിച്ചതാക്കിയതാ. പക്ഷെ പൈസ ഞാൻ എടുത്തേക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പെട്ടെന്ന് സാഹചര്യം വന്നപ്പം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇന്ത്യയിൽ ആ പൈസക്ക് യൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഗൈസ് ഇതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ റിയാക്ഷൻ, അമ്മയുടെ റിയാക്ഷൻ എന്താ നമുക്ക് കാണാം. അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ. വൈൻഡപ്പ് ചെയ്യാനായില്ല, ഒരു ഷോർട്ടും കൂടി നിങ്ങൾ കാണണ്ടേ. അപ്പം നാളെ കൊടുക്കണം ബൈ. അപ്പം ഇനി കൊടുക്കണ വീഡിയോ ഇനി കാണാം. അപ്പം ഗൈസ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പം ഗൈസ് നോക്കൂ തൻ്റെ അവസ്ഥ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതെന്താ ഞാനവിടെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇതാരുണ്ടാക്കിയതാ? എന്താ പെരുന്നാൾ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ ഒരു ഉമ്മ അത് നല്ല എടുക്കണം. ഞാനല്ലോ അതെങ്ങനെ ഉണ്ടാക്കി? ഷോ മറ്റേ ബൊക്കേന മറ്റേ സാധനം കിട്ടായിട്ടാ. അത് മാറ്റി ഡ്രസ് നോക്ക്. അതല്ല, അത് വേറെന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഞാന് ശരി ടോപ്പ് ചോദിച്ചു ഇജ്ജി എവിടുന്ന് മേടിച്ചു? ഞാൻ മേടിച്ചതാ. ഇതിനാജി പോയതില്ലേ മിണ്ടാണ്ടെന്ന് എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോവാണ്ട് എനിക്ക് അവൾക്കെന്തോ സാധനം വാങ്ങാണ്ടെന്ന് കളത്തിയേ. എന്നിട്ട് പോയിക്കാ നോക്കി ഇതിനൊക്കെ എഴുതുന്ന പൈസ അതൊക്കെ കിട്ടി. ഞാൻ പിറന്നാളിന് സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞപ്പോ പിറന്നാൾ സ്റ്റാറ്റസ് ഇടടി പോയിട്ട് 12 മണി കഴിഞ്ഞിടപ്പം ഞാൻ ഇടൂല, എനിക്കിപ്പോ വയ്യാന്ന്. എന്നിട്ട് ഇതൊക്കെ മേടിച്ചു. ഞാൻ സ്പോട്ടില് ഞാൻ പറഞ്ഞേ എന്താ ഞാൻ സ്റ്റാറ്റസ് ഇടുവൊന്നുമില്ല, എനിക്ക് വയ്യാതെ. അപ്പത്തേ പറഞ്ഞ എന്റെ കുട്ടികളെ പോലെ അങ്ങനെ കുട്ടികളെ പോലെ. ഇത് കണ്ട അടിപൊളിയായിരിക്കണല്ലേ, അടിപൊളിയായിരിക്കുന്നു. ചേച്ചി അറിയോ? അയച്ചാ ഞാൻ ചോദിച്ചിട്ടാ ഇത് ഡ്രസ്സ് ഞാൻ. പക്ഷെ ചേച്ചി പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള ഇതാ ചെറുത്ത. നമ്മള് രണ്ടാമത്തെ ഫോട്ടോ അല്ലേ ഇങ്ങനത്തെ. നല്ല രസമുണ്ട്. എന്തായാലും താങ്ക് യു. ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഇതോ ആണോ? അതാണ് എല്ലാത്തിനും ഓരോ പ്രത്യേകം ഉണ്ട്. ആ വീഡിയോയില് കാണാം എന്തൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിന് മാത്രമേ കിട്ടാഞ്ഞി. അത് ഞാന് മറന്നുപോയതമ്മേ. ഞാന് ഇവിടെ എത്തിയ ബസ് കേറിയപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്. ബസ് കേറിയപ്പോഴാണ് എനിക്ക് അതിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ 2ാം ഗേറ്റിന്റെ അവിടുന്ന് ഞാൻ നോക്കി. അന്നേരമാണ് എന്തോ മറന്നിക്കണല്ലേ പറഞ്ഞപ്പോ ഞാൻ അപ്പളേ മറന്നേ ഇനി രണ്ടാമത് പോയി എടുക്കണം വിചാരിച്ച്. പിന്നെ ഇനിയിപ്പോ വിചാരിച്ചാ ഇനി മാങ്കാവിലുണ്ടോ നോക്കാം. അങ്ങനെ മാങ്കാവിൽ നോക്കിയപ്പം അവിടുന്ന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പേപ്പർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. റിബൺ എനിക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നൂര്. അപ്പൊ എനിക്ക് അതും കിട്ടാൻ കഴിഞ്ഞു. സാധനം നല്ല ഇതുണ്ട്, നല്ല പെട്ടി ബോക്സ്.
എന്തായാലും സന്തോഷമായി ബാബേട്ടാ, സന്തോഷമായി. നമുക്ക് ഉറങ്ങാണ്ട് ഇരുന്ന് കുത്തിരുന്ന് അതിന് ഇനിയും തോന്നുന്നുണ്ട്. ഞാൻ അന്ന് വന്നപ്പോ ഞാൻ എത്ര മണിക്ക് വന്നേ, ഒരു 1:30 ആയപ്പോ ഞാൻ വന്ന അപ്പൊ തുടങ്ങിണ്ടെങ്കിൽ മോള് കളിക്കുക. പിന്നെ 3:30-4 മണി നമ്മളെ കഴിഞ്ഞ്. നാളെ അമ്പലത്തിൽ പോകുമ്പോടാ, അമ്പലത്തിൽ പോവല്ലേ, പഠിക്കണ്ടേ? അല്ല അത് രാവിലെ തന്നെ കഴിച്ചാൽ മതി, കുഴപ്പമില്ലല്ലോ. കൈ ഇങ്ങനെ അത് ഇതച്ചാ മതി, വെള്ളം കുറച്ചാൽ മാത്രം മതി, കുഴപ്പമില്ല. പ്രതീക്ഷിക്കാണ്ട് എല്ലാ വർഷവും ഉണ്ട് കേട്ടോ. ഓരോരുത്തരാള് പൊന്നു തരും, അജുട്ടൻ അത് തന്നെ, ഒരു 3 നാളും കൂടി ഒന്നിച്ചിട്ട് തരല്ലേ. ഇന്ന് ഇപ്രാവശ്യം അച്ചു മാത്രം എടി കളത്തി. ഞാൻ കുറച്ച് മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തു. എപ്പോഴാ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാത്രി നമ്മൾ പിറന്നാളല്ല, അപ്പൊ എന്തെങ്കിലും കൊടുത്താലും എന്റെ 5 ബാലൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ബാങ്കിൽ പൈസ തന്നപ്പം അത് ഇപ്പോഴും ഉണ്ട് ഇന്ത്യയില്. ടൈമിൽ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കൂട്ടി വെച്ച പൈസ ഉണ്ട്, അങ്ങനെ മേടിച്ചത്. പിന്നെ എത്ര, പിന്നെ 495. അത്ര പൈസയൊക്കെ ഉണ്ടല്ലേ വാങ്ങിച്ചത്? അതിന് 50, പിന്നെ 150. കണക്ക് പറയുന്നില്ല, ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മള് ഗിഫ്റ്റിനനുസരിച്ച് നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പോണ കോലത്തിനാണ് പറഞ്ഞത്. പിന്നെ പറയണ്ടേ ഇതൊക്കെ എന്താ വെളിച്ചം പോരാ, അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് നിക്ക്. ഇതൊക്കെ ഉണ്ടോ? ഫോട്ടോ കണ്ടില്ല അതാ, അതൊക്കെ ഒരു കൊറേ കണ്ടതാ. കണ്ടതാണോ? പിന്നെ ഡ്രസ് ആദ്യം കണ്ടില്ല. കണ്ടാ? ഇതിട്ടിട്ട് വേണം നാളെ അമ്പലത്തിൽ പോവാൻ. സന്തോഷായി. പിങ്ക് പാന്റ് ഉണ്ടോ? അവര് ഓരോ എന്താ പറയാ, കുട്ടികള് ആഗ്രഹിച്ച് ഓരോന്ന് തരുമ്പോ നമ്മള് ഇത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എന്തായാലും ഓളാദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ തരുന്നതാണ്. ആദ്യമായിട്ടാ. ഏച്ചിയും ഏട്ടനൊക്കെ തരലേ ഉള്ളൂ. നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗുഡ് നൈറ്റ്.